കോഴിക്കോട് മിഠായി തെരുവിൽ പ്രവർത്തനരഹിതമായി കിടന്ന ക്യാമറകളിൽ 9 എണ്ണം ശരിയാക്കി. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ക്യാമറകൾ നോക്കുകുത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതെ നടന്ന വാർത്ത ജനം TV പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് മിഠായി തെരുവിൽ പ്രവർത്തനരഹിതമായി കിടന്ന 14 ക്യാമറകളെ പറ്റി നമ്മൾ വാർത്ത ചെയ്തിരുന്നു. മാത്രമല്ല, നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ടിലും ഈ വിഷയം ഉൾപ്പെടുത്തി നമ്മൾ വിശദമായൊരു വാർത്ത നൽകുകയുണ്ടായി. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമറകളിൽ 9 എണ്ണമാണ് അധികൃതർ ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയത് എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച മറ്റ് ക്യാമറകൾ ഇനി മൂന്നെണ്ണം കൂടി ഉടൻ നന്നാക്കും എന്നൊരു വിവരമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും PWയുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും നഗരസഭയുടെ അനാസ്ഥയും കാരണം ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ നശിച്ചു പോകുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഗ്രൗണ്ട് റിപ്പോർട്ടിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ ആളുകളുടെ പ്രതികരണങ്ങൾ എടുത്ത് വലിയൊരു രീതിയിൽ ഇത് വാർത്തയാക്കി നമ്മൾ കൊടുത്തിരുന്നു. ഈ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി വന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. MK മുനീർ കോഴിക്കോട് സൗത്ത് മണ്ഡലം MLA ആയിരിക്കെയാണ് പൊതുമരാമത്ത് വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഈ സ്ഥാപിച്ച ക്യാമറകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു കോർപ്പറേഷൻ സ്വീകരിച്ചിരുന്നത്. നമുക്കറിയാം, മിഠായി തെരുവ് എന്ന് പറയുന്നത് ധാരാളം ആളുകൾ, കോഴിക്കോടിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര തന്നെയാണ് മിഠായി തെരുവ്. ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ നടക്കുന്നു, സഞ്ചാരികൾ വരുന്ന ഒരിടം. രാവിലെ 9 മണി മുതൽ രാത്രി 11:30 വരെ തിരക്കേറിയ ഒരു സ്ഥലം. ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ CCTV ക്യാമറകൾ, നിരീക്ഷണ ക്യാമറകൾ പണിമുടക്കിയ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വാർത്തയിലാണ് ഇപ്പോൾ 9 ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കി എന്നൊരു സന്തോഷ വാർത്ത നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും വ്യാപാരികളൊക്കെ തന്നെയും വലിയൊരു അനുകൂലമായ നിലപാട് തന്നെയാണ് നമ്മളോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്ന ഒരു നിലപാടായിരുന്നു വ്യാപാരികൾക്കൊക്കെ ഉള്ളത്. എന്തായാലും വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് മിഠായി തെരുവിലെ വ്യാപാരികളും. കാരണം അത്തരത്തിൽ കടകളിൽ നിന്ന് വസ്തുക്കൾ മോഷണം പോകുന്നതൊക്കെ തന്നെയും കണ്ടെത്താൻ വലിയൊരു പ്രയാസമേറിയ സാഹചര്യമായിരുന്നു. എന്തായാലും ഈ 9 CCTV ക്യാമറകൾ നന്നാക്കിയത് കൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആളുകൾക്കും നന്നായി സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയും. കൂടാതെ തന്നെ പോലീസുകാർക്കും വളരെ സുരക്ഷിതമായി ദൃശ്യങ്ങളൊക്കെ തന്നെയും കാണാൻ കഴിയും എന്നൊരു സന്തോഷ വാർത്ത കൂടിയാണ് ജനം TVയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ദേവിക.